ഹലോ മക്കളെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷയിലും അതുപോലെ തന്നെ മോഡൽ പരീക്ഷയിലൊക്കെ നിങ്ങളെ ഒരുപക്ഷെ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു ടൈപ്പ് ചോദ്യമായിരിക്കും ഈ ജനറേറ്റർ എന്നുള്ള ചോദ്യം. പലർക്കും എന്താണ് അതറിയെങ്കിൽ പോലും ചോദ്യം കാണുമ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്നില്ല. DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഉണ്ടാക്കിയ കറണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കാനൊക്കെ പറയുമ്പോഴത്തേക്കും ചിലർക്ക് ബോധമൊക്കെ പോകും. സോ ഒരു കാര്യം ചെയ്യാം, മൊത്തം ജനറേറ്റർ എന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ വീഡിയോയിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, പരിപാടി സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഫസ്റ്റ് ചോദ്യം എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ബേസിക് ചോദ്യമായിരിക്കും. വാട്ട് ഈസ് ദി എനർജി കൺവേർഷൻ? ഊർജ്ജമാറ്റം എന്താണ് മക്കളെ ഇൻ എൻ AC ജനറേറ്റർ? എന്ത് ഊർജ്ജമായി മാറുന്നു? ഇവിടെ ടർബൈൻ അഥവാ ഈ ആർമേച്ചർ കിടന്ന് കറങ്ങുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി അവസാനം പുറത്ത് വരുമ്പോൾ എന്തായി മാറുന്നു മക്കളെ? കറണ്ടായിട്ടാണ്. പുറത്തേക്ക് കറണ്ടല്ലേ വരുന്നത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് പുറത്ത് വരുന്നത്. അപ്പോൾ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. അപ്പം യാന്ത്രിക ഊർജ്ജം വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് എന്ത്? AC ജനറേറ്റർ. DC ജനറേറ്റർ ആണെങ്കിലോ സെയിം ആണ്, മെക്കാനിക്കൽ എനർജി തന്നെയാണ്, പുറത്തേക്ക് ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ് വരുന്നത്. പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക്കൽ എനർജി DC ആണെന്നേ ഉള്ളൂ, ഇലക്ട്രിക്കൽ എനർജി അല്ലാതെ ആവുമോ? ഇല്ല. അപ്പോൾ എനർജി കൺവേർഷൻ രണ്ടിലും സെയിം ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് സെറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ? എന്താണ് പ്രവർത്തന തത്വം എന്ന് ചോദിക്കും. ഒരു മടിയും കൂടാതെ പറയണം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയണം. ഇനി എക്സാമിൽ ഇതിൻ്റെ ഡെഫിനേഷനും ചോദിക്കാം. അപ്പോൾ ആ ഡെഫിനേഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ് വൈദ്യുതകാന്തിക പ്രേരണം, അല്ലെങ്കിൽ ഡിഫൈൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ചോദിക്കാം. സർ DC ജനറേറ്റർ ആയിരുന്നെങ്കിലോ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? അപ്പോഴും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ജനറേറ്റർ എന്ന് കേട്ടാൽ അത് AC ആണെങ്കിലും DC ആണെങ്കിലും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തിനാണ് മക്കളെ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതിലൊരു സംശയം വരാൻ പാടില്ല. നെക്സ്റ്റ് എക്സാമിൽ വരാൻ പോകുന്നത് നെയിം ആൻഡ് ലേബൽ ഓൾ പാർട്സ് എന്നാണ്. 4 പാർട്സ് ആണ് ഇവനുള്ളത്. ഈ കാണുന്ന ഈ റെക്ടാങ്കുലർ സാധനത്തിൻ്റെ പേരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആർമേച്ചർ എന്നാണ് അവൻ്റെ പേര്. മലയാളത്തിന് സെയിം ആണ്, അതുകൊണ്ടാണ് വീണ്ടും എഴുതാത്തത്. ആർമേച്ചർ എന്ന് എഴുതി വെക്കുക. ഈ സാധനം എന്താണ്? പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ്. നിങ്ങൾ വെറും മാഗ്നറ്റ്സ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? പെർമനൻറ്റ് മാഗ്നറ്റ്സ് മലയാളത്തിൽ സ്ഥിരകാന്തങ്ങൾ എന്ന് എഴുതി വെക്കുക. പിന്നെ ഈ സാധനമാണ് ബ്രഷസ്. ഈ സാധനമുണ്ട്. നമ്മൾ ഇതിൽ ഒരെണ്ണം കാണിച്ചാൽ മതി. ബ്രഷസ് ആണ്. ഗ്രാഫൈറ്റ് ബ്രഷസ് എന്ന് എഴുതുന്നതിൽ തെറ്റില്ല, കറക്റ്റാണ്. ഈ റിങ്ങും രണ്ടുപേരെ കൂടെ നമ്മൾ ചേർത്തിട്ട് എന്ത് വിളിക്കും? സ്ലിപ്പ് റിങ്സ് എന്ന് വിളിക്കും. സ്പ്ലിറ്റ് റിങ്സ് അല്ല, സ്ലിപ്പ് റിങ്സ്. സ്ലിപ്പ് ഇത്രേ ഉള്ളൂ സംഭവം. AC ജനറേറ്റർ ആണ്, സ്ലിപ്പ് റിങ്സ് ആണ്. അലൻ സാറ് പറഞ്ഞ ട്രിക്കാണ്. AC ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിലൊക്കെ നനഞ്ഞിട്ട് സ്ലിപ്പായി പോലെ, അങ്ങനെ ഓർത്താൽ AC സ്ലിപ്പ് റിങ്സ്. ഓക്കെ, പാർട്സ് സെറ്റാണ് മക്കളെ, ബുദ്ധിമുട്ടില്ല, അത് റെഡി. ഓക്കെ, നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് എൻ AC ജനറേറ്റർ ഓൾവേസ് റിമെയിൻസ് അറ്റ് റെസ്റ്റ്? ആരാണ് എപ്പോഴും റെസ്റ്റിൽ ഉണ്ടാവുക, നിശ്ചലമായി ഉണ്ടാവുക? ആർമേച്ചർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആർമേച്ചർ എന്തായാലും അല്ല, ഒഴിവാക്കിക്കോ. ആർമേച്ചർ കിടന്ന് കറങ്ങുമ്പോൾ സ്ലിപ്പ് റിങ്സും കിടന്ന് കറങ്ങും, അപ്പോൾ അത് എന്തായാലും ഒഴിവാക്കിക്കോ. സർ മാഗ്നറ്റ് കിടന്ന് കറങ്ങുമോ? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊതുവേ ഈ AC ജനറേറ്ററിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആർമേച്ചർ കിടന്ന് കറങ്ങും, സ്ലിപ്പ് റിങ്സും കറങ്ങുന്നു, അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക, മോഡലൊക്കെ ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ആക്ച്വൽ വലിയ ജനറേറ്റേഴ്സിൽ ഈ ആർമേച്ചറും സ്ലിപ്പ് റിങ്സും വെറുതെ നിന്നിട്ട് ഈ മാഗ്നറ്റ്സ് ആണ് കിടന്ന് കറങ്ങുക. അപ്പോൾ ആക്ച്വൽ ജനറേറ്റർ മാഗ്നറ്റ്സ് കിടന്ന് കറങ്ങുന്നതുകൊണ്ട് നമുക്ക് മാഗ്നറ്റ്സ് എപ്പോഴും റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഏത് സാഹചര്യത്തിലാണ് റെസ്റ്റിലുള്ള ആര് മാത്രമാണ്? ഈ ബ്രഷ് മാത്രമാണ്. മാഗ്നറ്റ്സ് കറങ്ങുമ്പോഴും ബ്രഷ് റെസ്റ്റിലായിരിക്കും. ഈ ആർമേച്ചറും സ്ലിപ്പ് റിങ്സും കറങ്ങുമ്പോഴും ബ്രഷ് റെസ്റ്റിലായിരിക്കും. സോ എപ്പോഴും റെസ്റ്റിലുള്ള ഒറ്റ ആൾ മാത്രമാണ് മക്കളെ ബ്രഷസ്. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കണം. എക്സാമിന് ചോദിക്കും, ഇഫ് ദി ടൈം പീരീഡ് ഓഫ് AC ഇസ് ഇത്ര, വാട്ട് ഈസ് ഇറ്റ് ഫ്രീക്വൻസി? മക്കളെ, ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഒറ്റ ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം പീരീഡ് ആണ്. അപ്പോൾ 1/ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 0.02 ആണ്. സാർ ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 0.02നെ 2 ആക്കാൻ വേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം താഴെ 0.02 × 100, താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? പോളിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 100 ഡിവൈഡ് ബൈ 0.0 × 100 എന്ന് പറഞ്ഞാൽ 2 ചാടം 2 എന്ന് കിട്ടും. 100/2 50 ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആയതുകൊണ്ട് 50 ഹേർട്സ് ആണ് ഇവൻ്റെ ഫ്രീക്വൻസി. ഈ 50 ഹേർട്സിലാണ് നമ്മുടെ വീട്ടിൽ ഇന്ത്യയിൽ എന്താണ് കറണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരീക്ഷ ചോദിക്കാം, വാട്ട് ഈസ് ദി ഫ്രീക്വൻസി അറ്റ് വിച്ച് കറണ്ട് അല്ലെ വോൾട്ടേജ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ്? 50 ഹേർട്സ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എത്രയാണ് മക്കളെ? 50 ഹേർട്സ് ആണ്. അത് കിട്ടി. ദ ആർമേച്ചർ റൊട്ടേറ്റ്സ്. 50 ഹേർട്സ് ഫ്രീക്വൻസിയാണ്. ആർമേച്ചർ എത്ര പ്രാവശ്യം പെർ സെക്കൻഡ് റൊട്ടേറ്റ് ചെയ്യും? റൊട്ടേറ്റ്സ് ഡാഷ് ടൈംസ് പെർ സെക്കൻഡ്. 50 പ്രാവശ്യം പെർ സെക്കൻഡ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ ആർമേച്ചർ 1 2 3 4 5 6 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേസമയം ആൻഡ് ദ കറണ്ട് ചേഞ്ചസ് ഡയറക്ഷൻ എത്ര ടൈംസ്? മക്കളെ, ഒരു പ്രാവശ്യം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് പോസിറ്റീവ് ആവുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട്. 2 പ്രാവശ്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർമേച്ചർ 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് നെഗറ്റീവ് 2 പ്രാവശ്യം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 50 × 2 100 പ്രാവശ്യം കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഓർത്ത് വെക്കുക.
എത്രയോ പ്രാവശ്യം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഡബിൾ ആയിരിക്കും കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന നമ്പർ. അതും കൂടെ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, എക്സാമിൽ ചോദിക്കും വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷസ്. പറയണം, സ്ലിപ്പ് റിംഗ്സ് എന്ന് പറഞ്ഞാൽ ദേ ഹെൽപ്പ് ഇൻ റൊട്ടേഷൻ ഓഫ് ദി കോയിൽ, ഓൾസോ ദേ പ്രൊവൈഡ് ഇലക്ട്രിക് കോൺടാക്ട് വിത്ത് ദ ബ്രഷസ്. അപ്പോൾ ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സ്ലിപ്പ് റിംഗ്സ് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഈ ബ്രഷുമായിട്ട് ഒരു ഇലക്ട്രിക്കൽ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് പുറത്തേക്ക് കറണ്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കുക, സെയിം സാധനം തന്നെയാണ്. ബ്രഷ് എന്താ ചെയ്യുക? ദേ ബ്രിങ് ദ കറണ്ട് ഇൻ ദ ആർമേച്ചർ ടു ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. ആർമേച്ചർ ഉണ്ടാക്കിയ കറണ്ട് എന്നാണ് പുറത്തെ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യും? ബ്രഷ് ഹെൽപ്പ് ചെയ്യും. ബ്രഷ് വെറുതെ നിന്നോളൂ, ബ്രഷ് ആ കറണ്ട് എടുത്ത് താഴെ കൊണ്ടുവന്നു. ഇത്രേ ഉള്ളൂ. എക്സാമിൽ ചോദിച്ചാൽ എഴുതി വെക്കണം, ബുദ്ധിമുട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം എക്സാമിൽ വരാൻ പോകുന്നത് ക്യാൻ വി ഗെറ്റ് ഡി സി കറണ്ട് ഫ്രം എ സി ജനറേറ്റർ. എ സി ജനറേറ്ററിന് പുറത്തേക്ക് ഡി സി കറണ്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? സ്ഥിരം ചോദ്യമാണ് മക്കളെ, ഉണ്ടെന്ന് പറയണം. എന്നിട്ട് എങ്ങനെയാണ് കിട്ടുക? ആകെ ചെയ്യേണ്ടത് എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്സിനെ മാറ്റിയിട്ട് എടുത്ത് കളഞ്ഞിട്ട് സ്പ്ലിറ്റ് റിങ്സ് വെച്ച് ഫിറ്റ് ചെയ്യാം. ഇലക്ട്രിക് മോട്ടറിൽ ഒരു സ്പ്ലിറ്റ് റിങ്സ് ഉണ്ടായിരുന്നില്ലേ, സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട റിങ്സ്, അവനെ വെച്ചിട്ട് എന്ത് ചെയ്യാം? റിപ്ലേസ് ചെയ്താൽ മതി. ഇവനെടുത്ത് കളഞ്ഞിട്ട് അവനെ കൊണ്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സി ജനറേറ്ററായി മാറി. അതായത് പുറത്ത് വരുന്ന കറണ്ട് എന്തായിരിക്കും? ഡി സി ആയിരിക്കും, ഡി സി കറണ്ട് ആയിരിക്കും. ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ യെസ്, റിപ്ലേസ് ദ സ്ലിപ്പ് റിങ്സ് വിത്ത് ദ സ്പ്ലിറ്റ് റിങ്സ്, ഇറ്റ് വിൽ ബിക്കം എ ഡി സി ജനറേറ്റർ. സ്ലിപ്പ് റിങ്സിനെ സ്പ്ലിറ്റ് റിങ്സ് ആയിട്ട് റിപ്ലേസ് ചെയ്യുക, അപ്പോൾ ഡി സി ജനറേറ്റർ കിട്ടും. ഇനി ഇതിൻ്റെ ഗ്രാഫ് വെച്ചുള്ള ചോദ്യം വരും. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF obtained from AC generator, battery and DC generator are given in the table. Write down the peculiarities of the EMF. ഫസ്റ്റ് പറയാം മക്കളെ, ഇതാണ് എ സി ജനറേറ്റർ ഗ്രാഫ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫാണിത്. എന്തുകൊണ്ടാണ് അത് എ സി എന്ന് വിളിക്കാൻ കാരണം? പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്ഷൻ ഓൾട്ടർനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണോ എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? നോക്കിക്കേ, ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ശരിയല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ വാല്യൂവും ചേഞ്ച് ചെയ്യുന്നുണ്ട്, വോൾട്ടേജും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയുക? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് പറയും. മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് എന്ന് എഴുതി വെക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 3 വോൾട്ട് ആവുന്നു, 3 0 ആവുന്നു, 0 -3 ആവുന്നു അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓൾസോ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. അല്ലെ നിങ്ങൾക്ക് EMF ചേഞ്ചസ് കണ്ടിന്യൂസ്ലി എന്ന് എഴുതാം. EMF എന്താണ്? നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എ സി ജനറേറ്ററിന് ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കുന്നു, മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെ EMF മാറിക്കൊണ്ടിരിക്കുന്നു. ഡി സി ബാറ്ററിയുടെ ഗ്രാഫ് എന്താണ് മക്കളെ? ഇത് ഡി സി ആവാൻ കാരണം എന്താണ്? എപ്പോഴും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് മാത്രം, ഡയറക്ഷൻ മാറുന്നില്ലെങ്കിൽ പോസിറ്റീവ് മാത്രം ഇങ്ങനെ ഉള്ളൂ എങ്കിൽ ഡി സി ആണ്. പറയൂ, ഡയറക്ഷൻ മാറുന്നുണ്ടോ? ഡയറക്ഷൻ നോട്ട് ചേഞ്ചസ്, ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ച് എന്ന് എഴുതി വെക്കാം. നോ ചേഞ്ച്, ഡസ് നോട്ട് ചേഞ്ച് എന്ന് എഴുതി വെക്കാം, നോ ചേഞ്ച്. മാഗ്നിറ്റ്യൂഡോ? ഇതിൻ്റെ വാല്യൂ മാറുന്നുണ്ടോ? ഇല്ല, കോൺസ്റ്റൻറ്റ് വോൾട്ടേജിലാണ്. 3 വോൾട്ട് 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 ആണെങ്കിൽ ഓക്കെ. മാഗ്നിറ്റ്യൂഡ് നോ ചേഞ്ച്, മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമായിട്ടുള്ള EMF ആണ് തരുന്നത്. അപ്പോൾ അതും സെറ്റാണ്. ഓക്കെ, ഇത് ഡി സി ബാറ്ററി ആണ്. ഡി സി ജനറേറ്ററിന് ഔട്ട്പുട്ട് ചോദിച്ചാൽ ഇതാണ് പറയേണ്ടത്. അതായത് നോക്കിയേ, തവള താടുന്നവരെ ചാടി കളിച്ചാൽ മതി. പോസിറ്റീവ് 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 പോസിറ്റീവ്, ഒരിക്കൽ പോലും നെഗറ്റീവ് ആവുന്നില്ല. ഇപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിതിന് ഡി സി എന്ന് പറയാൻ കാരണം. ഡയറക്ഷൻ കൂടി ചേഞ്ച് ചെയ്ത് താഴെ നെഗറ്റീവിലേക്ക് പോയിരുന്നത് അത് എ സി ആയി മാറിയാണ്. ഇത് ഡി സി ആവാൻ കാരണം എന്താണ്? എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഡയറക്ഷൻ നോ ചേഞ്ച് ആണ്. ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ച്, നോ ചേഞ്ച് എന്ന് പറയണം. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, കൂടുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു കൂടുന്നു കൂടുന്നു. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അഥവാ EMF ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ പരീക്ഷയിൽ എഴുതുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു എഴുതി വെച്ചാൽ മതി. മലയാളത്തിൽ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതി വെച്ചോ, മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. മാഗ്നിറ്റ്യൂഡ് എന്താണ്? സ്ഥിരമായിട്ട് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എഴുതി വെക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പെക്യുലാരിറ്റീസ്, അതായത് ഇതിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ, അല്ലെ ഇമ്പോർട്ടൻസ്, അല്ലെ ഇതിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ് ചിലപ്പോൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇത് ഗ്രാഫ് വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ 2 പോയിന്റ്സ് ഓരോന്നിനെ പറ്റി എഴുതാനും നിങ്ങൾ പഠിക്കണം. ഒരെണ്ണം മാഗ്നിറ്റ്യൂഡ് പറ്റിയിടാം, മറ്റേത് ഡയറക്ഷൻ പറ്റിയിട്ടാണ്. സെറ്റാണ്, ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ സാർ, കഴിഞ്ഞു വന്നു. ഇല്ല, കഴിഞ്ഞില്ല, ഇനിയും ചോദ്യങ്ങളുണ്ട്. ഇനി ഡി സി ജനറേറ്റർ, ദി കറണ്ട് ആൻഡ് EMF ഇൻ ദി ആർമേച്ചർ ഇസ്. ഒരു ഡി സി ജനറേറ്റർ എടുത്താൽ പുറത്ത് വരുന്ന കറണ്ട് എല്ലാവർക്കും അറിയാം ഡി സി ആണെന്ന്. അതുകൊണ്ടാണ് ഡി സി ജനറേറ്റർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ കണ്ട പോലെ ഇങ്ങനെയായിരിക്കും, ഫുൾ ടൈം പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ചാടി ചാടി കളിക്കും, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചോദ്യം പിന്നെ ഡി സി ജനറേറ്റർ കറണ്ട് ആൻഡ് EMF ഇൻ ദി ആർമേച്ചർ. ഡി സി ജനറേറ്ററിൽ പുറത്ത് വരുന്ന ഡി സി ആണ്, പക്ഷേ ആർമേച്ചറിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് മക്കളെ? ആർമേച്ചറിൽ എപ്പോഴും, അത് ഡി സി ജനറേറ്റർ ആണെങ്കിൽ പോലും ആർമേച്ചറിൽ എപ്പോഴും എന്താണ്? AC ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോ.
സാർ അപ്പോൾ DC ജനറേറ്റർ ആണെങ്കിലും DC ജനറേറ്റർ ആണെങ്കിലും AC ജനറേറ്റർ ആണെങ്കിലും ആർമേച്ചറിൽ എപ്പോഴും AC കറണ്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. AC ജനറേറ്ററിൽ രണ്ടിടത്തും AC ആണ്, ഇവിടെ AC ആണ്, ഇവിടെ AC ആണ്. അപ്പോൾ എങ്ങാനും പരീക്ഷ ചോദിക്കുകയാണ് DC ജനറേറ്ററിന് ആർമേച്ചറിലെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വരച്ച് വെക്കരുത്, ഇത് തന്നെ വരയ്ക്കണം, ACയുടെ ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, കാണാത്തവർക്ക് വേണ്ടി ഒന്ന് ജൂം ചെയ്ത് കാണിച്ചു തരാം. ആർമേച്ചറിൽ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വരച്ച് വെക്കണം DC ജനറേറ്ററിൽ. പുറത്തെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ DC വരച്ചോ, കുഴപ്പമില്ല, സൂപ്പറാണ്. പക്ഷെ ആർമേച്ചറിൽ എന്ത് തന്നെയായിരിക്കും മക്കളെ, AC തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക, DC ജനറേറ്റർ ആണെങ്കിൽ പോലും. ആൻഡ് ദ കറണ്ട് ഇൻ ദി എക്സ്റ്റേണൽ സർക്യൂട്ട് DC ജനറേറ്ററിനാണ് DC ആയിരിക്കും, ഒരു സംശയമില്ല. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ DC ജനറേറ്ററിന് DC ആയിരിക്കും, ഒരു സംശയമില്ല. ഒരു ചോദ്യം കൂടി വരും, ഇൻ റിയൽ ജനറേറ്റേഴ്സ് ദി മാഗ്നറ്റ്സ് ആർ റൊട്ടേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ആർമേച്ചർ. വൈ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും ജനറേറ്റേഴ്സ് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യില്ല, മാഗ്നറ്റ്സ് ആണ് റൊട്ടേറ്റ് ചെയ്യുക. കാരണം എന്താണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ലിപ്പ് റിംഗ്സും റൊട്ടേറ്റ് ചെയ്യും. സ്ലിപ്പ് റിംഗ്സും ബ്രഷും കൂടെ കോൺടാക്റ്റിൽ വരുമ്പോൾ അവിടെ എന്താണ് കുറേ എനർജി ലോസ് ഉണ്ടാവും, ഹീറ്റ് ലോസ് ഉണ്ടാവും, എനർജി ലോസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാഗ്നറ്റ്സ് റൊട്ടേറ്റ് ചെയ്യും, ആർമേച്ചറിനും സ്ലിപ്പ് റിംഗ്സ് റൊട്ടേറ്റ് ചെയ്യത്തില്ല. സിൻസ് ദ റബ്ബിംഗ് ഓഫ് സ്ലിപ്പ് റിംഗ്സ് ഓൺ ബ്രഷസ് പ്രൊഡ്യൂസസ് സ്പാർക്സ്, ഇറ്റ് ഈസ് ദ മാഗ്നറ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ടു റൊട്ടേറ്റ്. സ്പാർക്സ് വഴി എനർജി ലോസ് ഉണ്ടാവും, ഊർജ്ജ നഷ്ടം ഉണ്ടാവുമെന്ന് എഴുതി വെക്കുക. ബ്രഷുകൾ സ്ലിപ്പ് റിംഗുകളുമായി ഉരസി തീ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നത് കൊണ്ട് ജനറേറ്ററിൽ നമ്മൾ കാന്തങ്ങളെയാണ് കറക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ചോദിക്കുക. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം, DC ജനറേറ്ററിൽ പുറത്ത് DC കിട്ടും എപ്പോൾ? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. DC ജനറേറ്ററിൽ പുറത്തെ DC കിട്ടും, ഉള്ളിൽ എപ്പോഴും AC തന്നെ ആയിരിക്കും, പക്ഷേ പുറത്തെ DC കിട്ടിയപ്പോഴാണ് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അതായത് സാർ മാഗ്നറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ പുറത്തെ DC കിട്ടത്തില്ലേ? കിട്ടത്തില്ല. അത് DC ജനറേറ്ററാണ്, അടിപൊളി. പക്ഷെ DC കിട്ടണമെങ്കിൽ ആർമേച്ചർ തന്നെ റൊട്ടേറ്റ് ചെയ്യണം, നിർബന്ധമാണ്. ഈ മാഗ്നറ്റ്സ് വല്ലതും റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പുറത്ത് എന്തിനു കിട്ടും? വീണ്ടും AC തന്നെയാണ് കിട്ടുക എന്നുള്ള ഒരു ബോധം കൂടി ഉണ്ടാവണം. അത് എക്സാമിൽ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യം വരും, DC ജനറേറ്റർ only gives DC EMF as output when dash and not when dash. എപ്പോഴാണ് DC ജനറേറ്റർ DC ഔട്ട്പുട്ട് തരിക? when armature rotates. ആർമേച്ചർ തന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ DC ജനറേറ്റർ DC ഔട്ട്പുട്ട് തരുള്ളൂ. ആൻഡ് നോട്ട് വെൻ, എപ്പോൾ തരില്ല? മാഗ്നറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ DC ജനറേറ്റർ എന്തിനെ തരുള്ളൂ? AC തന്നെ തരത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇത്ര ചോദ്യങ്ങൾ പഠിച്ചാൽ ജനറേറ്ററിൽ നിന്ന് ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തത് ഉണ്ടാവില്ല. 100% എല്ലാ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നൊന്നുമില്ല, യൂസ്ഫുൾ ആണ്. ഇതിൽ കൂടുതൽ യൂസ്ഫുൾ ആക്കാൻ ഒന്നുമില്ല. ഓക്കെ, ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റും ഇടുക ഫ്രണ്ട്സിന്. ഇതെന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ വീഡിയോനും അവസാനം ഞാൻ ഷെയർ ചെയ്ത് പറയും. പക്ഷെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തില്ലേ, നിങ്ങൾ ആ ഫ്രണ്ടിന് ഒരു 3 മാർക്ക് പരീക്ഷയിൽ അടിച്ചു പോകുന്ന കാണാം. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു വീഡിയോ ഷെയർ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ മക്കളെ. ഇതുപോലത്തെ വേറെ വീഡിയോസ് നമുക്ക് എന്താണ് ഇനിയും കണ്ടുകൊണ്ടിരിക്കാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടെന്ന കാര്യം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചിലപ്പോൾ അത് ഓൾറെഡി ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും മക്കളെ. നമുക്ക് പരീക്ഷ തകർക്കണം. ഒരു കോസ്റ്റിൽ പോലും 1 മാർക്ക് പോലും നമ്മൾ കളയാൻ പോകുന്നില്ല. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.